ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലേക്ക് പോകുമ്പോൾ നിർണായക തെളിവ് പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതി രാഹുലിന്റെ കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തി കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും അറിയുന്നു. അതിനിടെ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം. ഈ രാഹുലിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് രാഹുലിന്റെ അമേസ് കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാറിലായിരുന്നു പരിക്കേറ്റ ശേഷം പുലർച്ചെ ഈ പറവൂർ സ്വദേശിനിയായ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഈ രാഹുലിന്റെ സുഹൃത്തായ രാജേഷാണ് ഈ കാർ ഓടിച്ചുകൊണ്ട് പോയിരുന്നതെന്നടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കാർ വിശദമായ പരിശോധന നടത്തിയപ്പോൾ കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഈ കുട്ടി ഏറ്റ പരിക്കിന് ഏറ്റവും പ്രകടമായ ഒരു തെളിവായി മാറിയിരിക്കുന്നത്. നേരത്തെ ചോര ഒലിപ്പിച്ച മുഖമൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഗുരുതരമായ പരിക്കുകൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഏറ്റിരുന്നു. തലക്കൊക്കെ പരിക്കേറ്റ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും അത് വ്യക്തമാക്കുന്ന തെളിവുകൾ ചോരക്കറ ഈ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. കാറ് പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുമുണ്ട്. എന്തായാലും പക്ഷേ വിദേശത്തുള്ള പ്രതിയെ നാട്ടിലേക്ക് എങ്ങനെ എത്തിക്കും എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചെങ്കിലും പ്രതിയിലേക്ക് എത്തപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് റെഡ് കോർണർ നോട്ടീസ് ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി അയക്കുന്നതിനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്നും അത്ര എളുപ്പമല്ല പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ എന്നതാണ് വസ്തുത. നയതന്ത്ര തലത്തിലെ ഇടപെടൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഇടപെടലൊക്കെ ഇതിൽ അനിവാര്യമാണ്. പക്ഷേ അങ്ങേയറ്റം സങ്കീർണമായ നടപടിക്രമങ്ങൾ വേണ്ടിവരുമെന്നാണ് നിയമ രംഗത്തുള്ള വിദഗ്ധർ പോലും ഇക്കാര്യത്തിൽ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് പോലീസിന് ആദ്യഘട്ടത്തിൽ സംഭവിച്ച വീഴ്ചയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ഈ പ്രതിയെ പുറത്തേക്ക് പോകാൻ സഹായിച്ച അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നപ്പോൾ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തും, സ്ത്രീധന നിരോധനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്താൻ പോലീസ് സ്റ്റേഷനിൽ തീരുമാനമായപ്പോൾ തന്നെ ഇക്കാര്യം സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാൽ സുഹൃത്ത് രാജേഷ് വഴി രാഹുലിനെ അറിയിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വധശ്രമ കേസ് അടക്കം വന്നാൽ തനിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് വരും, അല്ലെങ്കിൽ പൊടുന്നനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്ന് കൃത്യമായി രാഹുൽ മനസ്സിലാക്കുകയും കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയും ബംഗളൂരുവിൽ നിന്നും പിന്നീട് സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിലേക്ക് പോവുകയാണ് ചെയ്ത്. ഈ രാഹുലിന്റെ സുഹൃത്തായ രാജേഷാണ് ബംഗളൂരുവിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ രാജേഷിനെ നേരെ തെളിവ് നശിപ്പിക്കൽ കുറ്റവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ രാഹുലിന്റെ അമ്മ ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കിയിരുന്ന മകൻ ജർമ്മൻ പൗരനാണ്, കോഴിക്കോട് നഗരത്തിൽ തന്നെ ഉണ്ട്, അഭിഭാഷകരുമായി ആലോചന നടത്തുന്നു എന്നൊക്കെയാണ്. അത് തീർച്ചയായും ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അവരെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയെങ്കിലും അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഇരുവരും മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ മുൻകൂർ ജാമ്യ ഹർജിയിലെ തീരുമാനം വരുന്ന മുറയ്ക്കാവും ഒരുപക്ഷെ ഇവരെ ചോദ്യം ചെയ്യാൻ കഴിയുക. ഇവർക്കെതിരെ ഈ സ്ത്രീധന നിരോധന നിയമം അനുസരിച്ചുള്ള കേസെടുക്കുന്നതിനുള്ള സാധ്യതകളും ആരായുന്നുണ്ട്. അധികം വൈകാതെ അക്കാര്യത്തിലും നടപടികൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകി. എന്തായാലും പന്തീരാങ്കാവ് കേസിൽ നിർണായക തെളിവ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുലിന്റെ കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നു.